ഒറ്റ ഇല പോലുമില്ലാതെ മരങ്ങളൊക്കെ നഗ്നരായി നിലകൊണ്ടു. വസന്തം വരും വരെ അവ ശോഷിച്ച് വിളറി അങ്ങനെ തന്നെ നിന്നിരുന്നു. വസന്തം വന്നു. അദൃശ്യമായ അജ്ഞാതമായ എന്തോ ഒന്ന് നടക്കും പോലെ 1000 പച്ചനാമ്പുകൾ പൊട്ടിവിരിഞ്ഞു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയിലെ വരികളാണിവ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറ്റാണ്ടുകളുടെ ബ്രിട്ടീഷ് ഭരണത്തിൽ സാമ്പത്തിക ഭദ്രതയും സാംസ്കാരിക തനിമയും നഷ്ടപ്പെട്ട് ശോഷിച്ച് വിളറി വെളുത്ത് ദരിദ്രയായിരുന്ന ഇന്ത്യയെ സ്വാതന്ത്ര്യാനന്തരം പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൃശ്യവും ജ്ഞാതവുമായ കൈകൾ പണ്ഡിറ്റ്ജിയുടേതായിരുന്നു. നവംബർ 14 നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഈ സുദിനത്തിൽ നമ്മുടെ പ്രിയ ചാച്ചാജിയെ കുറിച്ച് ഏതാനും വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വരൂപ് റാണി, മോത്തിലാൽ നെഹ്റു എന്നിവരായിരുന്നു മാതാപിതാക്കൾ. പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. തുടർന്ന് വിദേശത്തെ മികച്ച സർവകലാശാലകളിൽ നിന്നും തുടർ വിദ്യാഭ്യാസം. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ദേശീയ പ്രസ്ഥാനത്തിലേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്കും. ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജയിൽവാസം ഒരു തുടർക്കഥയായിരുന്നു. എന്നാൽ ഈ ജയിൽവാസങ്ങളൊക്കെയും അദ്ദേഹം വായനയിലും എഴുത്തിലുമായി ഉപയോഗപ്പെടുത്തി. ജയിലിൽ നിന്ന് തന്റെ മകളായ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ ഏറെ പ്രസിദ്ധമാണല്ലോ. തന്റെ ആത്മകഥയായ ആൻ ഓട്ടോബയോഗ്രഫി, വിഖ്യാത ഗ്രന്ഥമായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നിവയെല്ലാം അദ്ദേഹം പൂർത്തിയാക്കിയത് ജയിൽവാസത്തിനിടയിലായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മരിക്കുന്നതുവരെ നീണ്ട 17 വർഷക്കാലം അദ്ദേഹം ഇന്ത്യയെ നയിച്ചു. സ്വാതന്ത്ര്യം അർത്ഥവത്താകണമെങ്കിൽ ശാസ്ത്രാവബോധവും മതേതരത്വവും ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. രാഷ്ട്ര പുരോഗതിയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കുവാൻ ഉതകുന്ന തരത്തിൽ പഞ്ചവത്സര പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അദ്ദേഹത്തിന് ഇന്ത്യയുടെ വികസന ചരിത്രത്തിൽ അനന്യമായ സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളുമായുള്ള ഊഷ്മള ബന്ധത്തിന് പിന്നിലും അദ്ദേഹത്തിന്റെ ചേരിചേരാ നയങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ മികച്ച പ്രധാനമന്ത്രി എന്ന പേരിൽ മാത്രമല്ല, ആധുനിക ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളായും നെഹ്റുവിനെ വിലയിരുത്തപ്പെടുന്നു. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം ഏറെ പ്രസിദ്ധമാണല്ലോ. കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു. അതുകൊണ്ടാണ് നവംബർ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ദീർഘദൃഷ്ടിയോടെ ഇന്ത്യയെ നയിച്ച് തന്റെ ഭരണ നൈപുണ്യത്താൽ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ നിരയിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന് 1955 രാഷ്ട്രം ഭാരതരത്ന നൽകി ആദരിച്ചു. 1964 മെയ് 27 അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഗംഗാ നദിയിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങളിലുമായി വിതറുകയുണ്ടായി. അങ്ങനെ ഭാരതത്തിന്റെ മണ്ണിനോട് ചേർന്ന് അന്ത്യവിശ്രമം കൊള്ളുകയും ഭാരതീയരുടെ ഹൃദയത്തോട് ചേർന്ന് ഒരു നറും റോസാ പുഷ്പമായി പരിലസിക്കുകയും ചെയ്യുന്നു ചാച്ചാജി. ഈ ശിശുദിനത്തിൽ നാം എല്ലാം ഒരു മഹാമാരിയുടെ പിടിയിലാണ്. ലോകത്താകമാനമുള്ള കുഞ്ഞുങ്ങൾ COVID-19 കാരണം വീടുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. വിശാലമായ ഈ ലോകം മുഴുവൻ അതിരുകളില്ലാത്ത ഒരിടമായി കണ്ട നെഹ്റുവിയൻ ആശയങ്ങൾക്ക് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വിദ്യാഭ്യാസവും സംസ്കാരവും സാഹോദര്യവും വളർത്തിയെടുത്ത് ശാസ്ത്രാവബോധത്തിലൂന്നിയ ഒരു ലോക സൃഷ്ടിക്കായി കുഞ്ഞുങ്ങളായ നമുക്കും ഒത്തുചേരാം. ജയ് ഹിന്ദ്.